എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് പനീറിൻ്റെ ഒരു റെസിപ്പി നോക്കിയാലോ. പനീർ മട്ടർ മസാല. നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കരുത്, ഓയിൽ തന്നെ ഒഴിക്കണം. അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഒരുപാട് നേരോട്ട് വഴറ്റിയെടുക്കൊന്നും വേണ്ട കേട്ടോ. നമുക്കിതൊന്ന് സോഫ്റ്റായി വന്നാൽ മതി. അതിനുവേണ്ടി നമുക്ക് അടച്ച് വെച്ച് തന്നെ വേവിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കിത് അടച്ച് വെച്ച് സോഫ്റ്റാക്കി എടുക്കാം. നമുക്ക് നമ്മുടെ തക്കാളിയും ഉള്ളിയും ഒക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിനി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മളിത് അടിച്ചെടുക്കാൻ വേണ്ടി. നമ്മൾ വീണ്ടും അതിനൊരു മസാല കൂടിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഒരു കഷ്ണം പട്ട, കുറച്ച് ജീരകം എന്നിവയിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും രണ്ടും കൂടി ഉപയോഗിക്കുന്നുണ്ട്. അതിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ എണ്ണയിൽ വെച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്താലും നമ്മുടെ കറി നല്ലൊരു കളറ് വരും. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കില്ലേ, ആ ഒരു കളറ് നമ്മുടെ കറിക്ക് കിട്ടും. ആദ്യം തന്നെ മുളക് പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം മസാല ഒന്ന് ചൂടായി വന്നതിലേക്ക് നമുക്ക് നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് പെട്ടെന്ന് നമുക്കത് വഴണ്ടി വന്നോളും. പിന്നെ നമ്മളതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ല പുളിയില്ലാത്ത തൈരാണ് ഉപയോഗിക്കുന്നത്. തീ കുറച്ച് വെച്ച് വേണം നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തൈരൊക്കെ ഒന്ന് പിരിഞ്ഞ പോലെയാവും. തീ കുറച്ച് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് അടച്ച് വെച്ചൊരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തൈരൊക്കെ നമ്മുടെ മസാലയിലേക്ക് നന്നായി യോജിച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ നമ്മുടെ ഗ്രീൻ പീസ് കുതിർത്ത് വെച്ച് വേവിച്ചെടുത്താണ്. ഫ്രോസൺ ഉള്ളത് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ ഗ്രീൻ പീസ് തന്നെയാണ്, നമ്മളത് വേവിച്ചെടുത്തതാണ്. അതുകൊണ്ട് അതിനകത്തുള്ള വെള്ളമുണ്ട്. അതുകൊണ്ട് വെള്ളം നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. നമ്മൾ നേരെയുള്ള ഫ്രോസൺ ഗ്രീൻ പീസാണ് ഇടുന്നതെങ്കിൽ നമുക്ക് ഇതിലിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇതങ്ങനെ വേവാത്തത് കൊണ്ട് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. ഇനി നമ്മൾ അതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ പനീർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കസ്തൂരി മേത്തി കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിയില ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പനീർ ഒരുപാട് നേരമൊന്നും വേവേണ്ട ആവശ്യമില്ല, കുറച്ച് നേരം വെന്താൽ മതി. നമുക്കൊരു 2-3 മിനിറ്റ് പനീർ ഇട്ടതിന് ശേഷം 2-3 മിനിറ്റ് വെച്ചാൽ മതി. നമുക്കിനിത് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ദോശയുടെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ റൈസ് ഐറ്റംസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും നന്ദി.